നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കാൻ ഒരുങ്ങിയ അധ്യാപകർ. മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചാ പ്രഹസനമായിരുന്നുവെന്നും KPST. ഓടുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറി കാൽവഴുതി ട്രാക്കിലേക്ക് വീണ യാത്രക്കാരന് കരുതലിന്റെ കൈത്താങ് നൽകി പോലീസ് ഓഫീസർ. CPO ലേഖേഷ് സാഹസികമായി രക്ഷിച്ചത് അഹമ്മദാബാദ് സ്വദേശി ഗുരുപർ സോത്തമിനെ. പുതുക്കുടി ഹലുവ പീടിക റോഡ് നവീകരണം ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. 20 വർഷത്തിലേറെയായി ഗതാഗത യോഗ്യമല്ലാതായ റോഡിൽ ദുരിതമനുഭവിക്കുന്നത് 100ഓളം കുടുംബങ്ങൾ. വാർത്തകൾ വിശദമായി. അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ KPSTയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കൂട്ടവധിയെടുത്ത് പ്രതിഷേധിച്ചു. കണ്ണൂർ DDE ഓഫീസിലേക്ക് നടന്ന മാർച്ച് മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷം വോട്ടിന് കേരളമാകെ തോറ്റിട്ടോ, നിങ്ങളെന്ത് പഠിക്കാതെ? ഇത് എന്തിന്റെ ലക്ഷ്യത്തിലാണ് എന്ന് വ്യക്തമാക്കണം. ഇത് കേവലം 220 ദിവസമാക്കുന്നത് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയൊന്നുമല്ല, കേരളത്തിലെ സർവ്വ മേഖലയും കുത്തഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് കാണുന്നത്. അങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുമ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ, ആ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പാർട്ടി സഖാക്കന്മാരും അവരുടെ ജീവിതത്തിനോ അവരുടെ പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രയാസവുമില്ലാതെ കൊണ്ടു നടക്കുന്നതിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇന്നലെ കണ്ടു മാധ്യമത്തിൽ ഒരു വാർത്ത. എന്താ? ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കേണ്ട പണം എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടതിനെ ചെലവഴിക്കേണ്ട പണമെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന് 14 ലക്ഷറി കാറുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒരു വശത്ത് ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. UK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP രമേശൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. MK അരുണ, PP ഹരിലാൽ, EK ജയപ്രസാദ്, MV സുനിൽകുമാർ, ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്ത് സിറ്റി ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ കുറുവ സ്വദേശി അനീഷിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. രാവിലെ കരാറിനകം ബാങ്ക് പരിസരത്ത് വെച്ച പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. തുടർന്ന് വീട്ടിലെത്തിച്ച ഭൗതിക ശരീരം പയ്യാമ്പലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. കുവൈത്ത് സിറ്റിയിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മരണമടഞ്ഞ 3 പേരിൽ ഒരാളായ കുറുവ സ്വദേശി അനീഷിന്റെ ഭൗതികദേഹം രാവിലെ 7:30യോടുകൂടിയാണ് AKG ഹോസ്പിറ്റലിൽ നിന്നും കരാറിനകം ബാങ്ക് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അനുശോചനം അർപ്പിക്കാൻ എത്തി. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, മേയർ മുസ്ലിഹ് മഠത്തിൽ, അഡ്വക്കേറ്റ് P ഇന്ദിര, ജനപ്രതിനിധികളായ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, കണ്ണൂർ MP K സുധാകരൻ തുടങ്ങിയ പ്രമുഖർ പൊതുദർശന വേദിയിലും വീട്ടിലുമെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കരാറിനകം ബാങ്ക് പരിസരത്തു നിന്നും 10 മണിക്ക് ഭൗതികദേഹം വീട്ടിലെത്തിച്ചു. 11 മണിയോടുകൂടി മൃതദേഹം വീട്ടിൽ നിന്നും പയ്യാമ്പലത്തെ ശ്മശാനത്തിലെത്തിച്ച് സംസ്കാരം നടത്തി. സിറ്റി ന്യൂസ്, കണ്ണൂർ. കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ അനീഷിൻ്റെ മൃതദേഹം ഭൗതിക ശരീരം ഇവിടെ രാവിലെ 8 മണിക്ക് കരാറിനകം ബാങ്ക് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടിൽ നിന്നും ആ ഭൗതിക ശരീരം 11 മണിക്ക് പയ്യാമ്പലത്തേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള വിവിധ മേഖലകളിലുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സമൂഹത്തെ, അതായത് ഈ കുറുവ ദേശത്തെയും വലിയൊരു സമൂഹത്തെയും തനിച്ചാക്കി, കുടുംബക്കാരെ തനിച്ചാക്കി, എല്ലാവരെയും വിട്ടുപിരിഞ്ഞ് സങ്കടക്കടലിൽ ആഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം യാത്രയാവുന്നത്. അദ്ദേഹത്തിന് സിറ്റി ചാനലിൻ്റെ പ്രണാമം. ലോക വയോജന അതിക്രമ അവബോധന ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്നു. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളോടുള്ള ബോധവൽക്കരണമാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിനെക്കുറിച്ച് അറിയുന്ന പല വ്യക്തികളും സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇന്നത്തെ സെഷനുകളെല്ലാം കഴിയുമ്പോൾ, ഇന്നത്തെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റും നടക്കുന്ന
കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഈ മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി അവയർനെസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ കിട്ടുന്ന വിവരങ്ങളെല്ലാം നിങ്ങളുടെ ക്ലാസ്സിലും അതേപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സഹായം എത്തിക്കാനായിട്ട് നടപടി നിങ്ങൾ എടുക്കുക. ഇനി നിങ്ങൾ പല ക്ലാസ്സുകളും കോളേജും എല്ലാം കഴിഞ്ഞ ശേഷം ഈ മേഖലയിൽ നമുക്ക് വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് മേഖലയിലാണോ നിങ്ങൾ അത് പ്രവർത്തിക്കാൻ പോകുന്നത് ആ മേഖലയുടെ ഭാഗമായിട്ട് ഇതിൽ വരാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ സമ്മാനം ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് സമ്മാനം കിട്ടിയ എല്ലാ കുട്ടികൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. മുതിർന്ന പൗരന്മാർ നേരിടേണ്ടി വരുന്ന ദുരുപയോഗം തടയുന്നതിന് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് ആണ് ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം ആരംഭിച്ചത്. 2006 മുതൽ എല്ലാ വർഷവും ജൂൺ 15-നാണ് ഈ ദിനം ആചരിക്കുന്നത്. 2011 ഐക്യരാഷ്ട്രസഭയും മുതിർന്നവർക്കെതിരെയുള്ള ചൂഷണം ഇല്ലാതാക്കുന്നതിനുള്ള ബോധവൽക്കരണ ദിനമായി ഈ ദിവസം പ്രഖ്യാപിച്ചു. ലോകത്തിൽ ഏറ്റവും കുറവ് പ്രാധാന്യം ലഭിച്ചിരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രായമായവർ നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. മുതിർന്നവരെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കാനും ബോധവൽക്കരണം നൽകാനും ലോകമെമ്പാടുമുള്ള ആളുകൾ ഒന്നിക്കുന്ന ദിവസമായിട്ടാണ് ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം കണക്കാക്കുന്നത്. ഇതൊരു ആഗോള സാമൂഹിക പ്രശ്നമാണ്. അത് പ്രായമായവരുടെ ആരോഗ്യത്തെ ബാധിക്കുക മാത്രമല്ല, ദശലക്ഷക്കണക്കിന് പ്രായമായ വയോജനങ്ങളുടെ മാനസിക നിലയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അക്രമത്തിനും ദുരുപയോഗത്തിനും അവഗണനയ്ക്കും ഇരയാകുന്ന പ്രായമായ ആളുകൾക്ക് ചിലപ്പോൾ നിയമപരമായ പരിഹാരം നേരിടുന്നതിൽ നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആരോഗ്യത്തിനും അവകാശം, സാമൂഹ്യ സുരക്ഷ, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നിങ്ങനെയുള്ള എല്ലാ മൗലിക അവകാശങ്ങളും പൂർണ്ണമായി ആസ്വദിക്കാനുള്ള പ്രായമായവരുടെ അവകാശത്തെ നീതിയിലേക്കുള്ള പ്രവേശനം എന്ന വിഷയം ഏറെ സ്വാധീനിക്കുന്നുമുണ്ട്. കെ മുരളീധരനെ പിന്തുണച്ച് കണ്ണൂരിൽ പോസ്റ്റർ. നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിൽ. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്നാണ് പരാമർശവുമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലുള്ള ഫ്ലെക്സ് ബോർഡ് SPCA റോഡ് ജംഗ്ഷനിലാണ് സ്ഥാപിച്ചത്. നയിക്കാൻ നായകൻ വരട്ടെ, നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നാണ് ബോർഡിൽ കുറിച്ചിരിക്കുന്നത്. മതേതരത്വത്തിനായി നിലകൊണ്ടതിന്റെ പേരിലാണ് നിങ്ങൾ പോരാട്ടത്തിന്റെ വെട്ടേറ്റ് വീണതെന്നും ബോർഡിൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും സംസ്ഥാനത്തെ കെ മുരളീധരനെ അനുകൂലിച്ച് പല ഭാഗങ്ങളിലായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണിത്. കോഴിക്കോടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ഫ്ലെക്സിൽ ഒരു കൊടുങ്കാറ്റായി തിരിച്ചുവരും, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്നും എഴുതിയിരുന്നു. പാലക്കാട്ടും തിരുവനന്തപുരത്തും കെ മുരളീധരനായി ഫ്ലെക്സുകൾ ഉയർന്നു. നയിക്കാൻ നായകൻ വരട്ടെ, പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ എത്തണം, നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നിങ്ങനെയായിരുന്നു ജില്ലകളിലെ ഫ്ലക്സുകളിൽ ഉണ്ടായിരുന്നത്. തൃശൂരിലെ കടുത്ത പരാജയത്തിന് പിന്നാലെ ഇനി മത്സരിക്കാനില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. ജയിക്കുമായിരുന്ന സിറ്റിംഗ് സീറ്റ് വിട്ട് മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ പോയത് തന്റെ തെറ്റാണെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു. ക്രിസ്ത്യൻ വോട്ടിൽ വിള്ളൽ വീണത് തൃശൂരിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കാൻ ഒരുങ്ങിയ അധ്യാപകർ. മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച പ്രഹസനമായിരുന്നുവെന്നും KPST. ഓടുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറി കാൽവഴുതി ട്രാക്കിലേക്ക് വീണ യാത്രക്കാരന് കരുതലിന്റെ കൈത്താങ്ങ് നൽകി പോലീസ് ഓഫീസർ. CPO ലേഖേഷ് സാഹസികമായി രക്ഷിച്ചത് അഹമ്മദാബാദ് സ്വദേശി ഗുരുപർ സോത്തമിനെ. പുതുക്കുടി ഹലുവ പീടിക റോഡ് നവീകരണം ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. 20 വർഷത്തിലേറെയായി ഗതാഗത യോഗ്യമല്ലാതായ റോഡിൽ ദുരിതമനുഭവിക്കുന്നത് 100ഓളം കുടുംബങ്ങൾ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. ട്രെയിനിൽ നിന്നും വീണ അഹമ്മദാബാദ് സ്വദേശിയെ കണ്ണൂർ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായ VV ലഗേഷ് സാഹസികമായി രക്ഷിച്ചു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ലഗേഷ് ഇപ്പോൾ താരമായി. കണ്ണൂർ സ്റ്റേഷനിൽ ട്രെയിനിൽ ചാടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ പ്ലാറ്റ്ഫോമിനടിയിലേക്ക് വീണയാളെയാണ് ലഗേഷ് സാഹസികമായി രക്ഷിച്ചത്. അഹമ്മദാബാദ് സ്വദേശി ഗുരുപ്പർ സോത്തമാണ് അപകടത്തിൽപ്പെട്ടത്. പോർബന്തറിലേക്ക് പോകുന്ന ട്രെയിനിൽ കായംകുളത്ത് നിന്നും അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്നു യാത്രക്കാരൻ. കുടിവെള്ളം വാങ്ങാനായി കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ട്രെയിനിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. കേരള റെയിൽവേ പോലീസ് CPO ലേഗേഷ് ഇരുണാവാണ് യാത്രക്കാരനെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം നടന്നത്. റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂരിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. പാലക്കാട് ഡിവിഷൻ സീനിയർ DPO സിദ്ധാർത്ഥ് K. വർമ്മ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷനില് പാലക്കാടിലെ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടും ടു സം ഡിഗ്രി കോഴിക്കോടിന്റെ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടും മാത്രമാണ് അന്നത്തെ ആ ഒരു പ്രൗഢിയോടുകൂടി ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറയേണ്ടി വരികയാണ്. കണ്ണൂര് ഞാൻ തിരുവനന്തപുരത്ത് സീനിയർ DPO ആയി വർക്ക് ചെയ്തിരുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ഒരു കൾച്ചറിൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഏകദേശം നിർത്തിയിട്ട് 10-20ഓളം വർഷമായി തിരുവനന്തപുരം ഏരിയയിൽ. പക്ഷെ മലബാർ ഭാഗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോക്കൽ ക്ലബ്സ്, കമ്മ്യൂണിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ 1-2 ഫ്രണ്ട്സ്, ബാച്ച്മേറ്റ്സ് ഒക്കെ ഇവിടെ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ണൂരിലൊക്കെ ഒരു എല്ലാ 5 കിലോമീറ്റർ റേഡിയസിനകത്ത് ഒരു 10 ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, യുവജനക്ഷേമ അങ്ങനത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും പല ക്ലബ്ബുകളും ഉണ്ട്. എല്ലാവരും തമ്മിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും, ഇവിടെ നോക്കുമ്പോഴത്തേക്കും റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഞാൻ വന്ന സമയത്തൊട്ട് നമ്മൾ മെമ്പർഷിപ്പ് ഡ്രൈവ്സ് നടത്തുകയാണ്.
ACMS ഡോക്ടർ വത്സല, ADST ചെമ്പകകുമാർ, SMR S സജിത് കുമാർ, ഡെപ്യൂട്ടി SMR നിസാർ അഹമ്മദ്, വെൽഫെയർ ഇൻസ്പെക്ടർ വിനോദ് രാജ് എന്നിവർ സംസാരിച്ചു. റെയിൽവേ ഉദ്യോഗസ്ഥർ, ടെക്നിക്കൽ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ചിറക്കൽ അരയമ്പേത്ത് കടയത്തി ഹൌസിൽ തൈക്കണ്ടി സൂരജാണ് മരിച്ചത്. കുഴഞ്ഞു വീണയുടൻ പോലീസ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രിയോടെ മരിക്കുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. പള്ളിക്കുന്ന് എടച്ചേരിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച രാത്രി 11:30 സംഭവം. എടച്ചേരിയിലെ ഒരു വീട്ടിൽ വെച്ച് നാട്ടുകാരും ഇയാളും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷന്റെയും IMA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നേതൃത്വത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കുമുള്ള അനുമോദന ചടങ്ങ് നടന്നു. കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ അനുമോദന ചടങ്ങ് K. സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മക്കൾ വളരണമെന്നും ഇക്കാര്യത്തിന് രക്ഷിതാക്കൾ അവർക്ക് മാതൃകയാകണമെന്നും K. സുധാകരൻ MP പറഞ്ഞു. ആ ഉയരാനുള്ള തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സം ബന്ധപ്പെട്ടവരുമായി ഷെയർ ചെയ്ത് അത് ഇല്ലായ്മ ചെയ്ത് പിന്നെ അതിനെ മറികടന്ന് പോകാൻ നമുക്ക് സാധിക്കണം. ചെറിയ നിസ്സാര കാരണങ്ങളാൽ മനസ്സ് മടുത്തു പോകുന്ന കുട്ടികളുണ്ട്. ചെറിയ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഇത് നിന്നു പോകുന്ന കുട്ടികളുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ വിൽ പവറാണ്. അതിനെ നമ്മൾ മറികടന്ന് പോകണം. ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറികടന്ന് മുൻപോട്ട് പോയി സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ എല്ലാം കീഴടക്കും എന്ന ആത്മവീര്യത്തിൽ നിങ്ങൾ ഉയരണം, വളരണം, പടരണം, പന്തലിക്കണം. അതാണ് ഇത്തരം കൺവെൻഷൻ കൊണ്ട് നമുക്ക് ലക്ഷ്യം നേടാനുള്ളത്. അതല്ലാതെ ഇവിടെ വന്നിരുന്ന് ഞാനിങ്ങനെ കുറെ കുലൂസ് പറയുന്നു കേട്ട് നിങ്ങൾ ഇറങ്ങിപ്പോക്കല്ല ഈ മീറ്റിംഗിന്റെ ലക്ഷ്യം. ഈ മീറ്റിംഗിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് ആത്മവീര്യം തുടിക്കുന്ന ആശംസകളും വാക്കുകളും നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് കുതിച്ചു കയറണം. അവിടെ നിങ്ങൾ എല്ലാറ്റിനെയും കീഴടക്കാൻ, എല്ലാറ്റിനെയും നിങ്ങൾ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ആത്മവീര്യത്തിന്റെ ചോദന ഈ കൺവെൻഷന്റെ അകത്ത്, ഇതിനകത്ത് കേൾക്കുന്ന ചർച്ചയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്നതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ സ്വായത്തമാക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ജില്ലയിൽ നിന്നും കൂടുതൽ കുട്ടികൾ A+ നേടി എന്നത് സന്തോഷം പകരുന്ന കാര്യമാണെന്നും ജീവിതത്തിൽ നല്ല ലക്ഷ്യസ്ഥാനത്തെത്താൻ എല്ലാവർക്കും കഴിയണമെന്നും ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മേയർ മുസ്ലിഹ് മഠത്തിലും പറഞ്ഞു. ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, M. പ്രകാശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് TO മോഹനൻ, വെള്ളോറ രാജൻ, മുഹമ്മദ് സാലിഹ്, സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷമീമ ടീച്ചർ, VK ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർപേഴ്സൺ KM സാബിറ ടീച്ചർ, കൗൺസിലർമാരായ T. രവീന്ദ്രൻ, N. ഉഷ, കോർപ്പറേഷൻ സെക്രട്ടറി TG അജീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര സ്വാഗതവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു അവർ നന്ദിയും രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസിന് സയ്യിദ് പട്ടുവം നേതൃത്വം നൽകി. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. കൂട്ടാവധിയെടുത്ത് പ്രതിഷേധിക്കാൻ ഒരുങ്ങിയ അധ്യാപകർ. മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചാ പ്രഹസനമായിരുന്നുവെന്നും KPST. ഓടുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറി കാൽവഴുതി ട്രാക്കിലേക്ക് വീണ യാത്രക്കാരന് കരുതലിന്റെ കൈത്താങ്ങ് നൽകി പോലീസ് ഓഫീസർ. CPO ലേഖേഷ് സാഹസികമായി രക്ഷിച്ചത് അഹമ്മദാബാദ് സ്വദേശി ഗുരുപ്പർ സോത്തമിനെ. പുതുക്കുടി ഹലുവ പീടിക റോഡ് നവീകരണം ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. 20 വർഷത്തിലേറെയായി ഗതാഗത യോഗ്യമല്ലാതായ റോഡിൽ ദുരിതമനുഭവിക്കുന്നത് 100ഓളം കുടുംബങ്ങൾ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. ചക്കരക്കൽ പുതുക്കുടി ഹലുവപ്പീടിക റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഇരുവേരി പുതുക്കുടി റോഡിൽ നിന്നും തുടങ്ങി മെയിൻ റോഡിലേക്ക് പോകുന്ന ഹലുവപ്പീടിക ഇരുവേരി LP സ്കൂൾ കനാർ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി മാറിയത്. ചെമ്പിലോട് പഞ്ചായത്തിലെ 8-10 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് 20 വർഷത്തിലേറെയായി. 100ഓളം വീട്ടുകാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വാഹനയാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരെ അറിയിക്കുകയും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും ജനപ്രതിനിധികൾക്കും അടക്കം നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഭാഗത്ത് ഏകദേശം 100-ൽ-പരം വീടുകൾ, അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളും വളരെ ദുഷ്കരമായ രീതിയിലാണ് ഇതിൽ കടന്നു പോകുന്നത്. അതിന് പരിഹാരം എത്രയും പെട്ടെന്ന് അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ പല വട്ടവും ആവശ്യപ്പെട്ടവും ഇത് കനാൽ റോഡാണ് എന്നുള്ളൊരു ന്യായമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉന്നയിച്ചു വരുന്നത്. പക്ഷേ 2 വാർഡുകൾ സംയുക്തമായിട്ടുള്ള ഈ റോഡ്, 8-10 വാർഡുകളുടെ സംയുക്തമായിട്ടുള്ള ഈ റോഡ് കനാൽ പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രം തടഞ്ഞു വെക്കൽ അതത്ര ഭൂഷണമല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രദേശത്ത് അത്യാവശ്യം വന്നാൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാത്തത് രോഗികളെ പോലും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടെന്നും പ്രദേശത്തെ സ്ത്രീകൾ ആരോപിച്ചു. ഈ റോഡ് കൂടിയിട്ട് ചെറിയ മക്കൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ നടന്നു പോകുന്ന സ്ഥലമാണ്. നടന്നു പോകാൻ പോയിട്ട് വണ്ടി കൂടി പോകാൻ പോലും ഇതിൽ പറ്റുന്നില്ല. കുണ്ടും കുഴിയും, കൂടുതലും ഇതുവഴി പോകുന്നത് സ്ത്രീകളാണ് വണ്ടി എടുത്തിട്ട് പോകുന്നത്. ഈ കുണ്ട് ചെളി നിറഞ്ഞ കാരണം എത്ര ആഴമുണ്ടെന്നോ എങ്ങനെ പോകാൻ പറ്റുമെന്നോ ആർക്കും പറയാൻ പറ്റില്ല. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ആരും ഇതുവഴി വരുന്നില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടെ കുണ്ടും കുഴി ആയത് കാരണം അവരുടെ വണ്ടി റിപ്പയർ ആയെന്നത് പേടിച്ചിട്ടാണ് ആരും ഇതുവഴി വരാത്തത്. അതുകൊണ്ട് ഗർഭിണികൾക്കോ പേഷ്യൻസിനോ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറല്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഒരാളെ രക്ഷിക്കാൻ പറ്റുക? 250ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇരുവേരി LP സ്കൂളിലെ സ്കൂൾ ബസ് വളരെ പ്രയാസപ്പെട്ടാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നത്. റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ നാട്ടുകാരും തയ്യാറാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെയും തീരുമാനം.
ബദൽ നയങ്ങൾക്ക് വേണ്ടിയുള്ള ജനതയുടെ വിധിയെഴുത്ത് കേന്ദ്ര സർക്കാർ മാനിക്കണമെന്നും സാമ്പത്തിക സ്വാശ്രയത്വം സംരക്ഷിക്കുന്നതിന് LICയെ പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തണമെന്നും LIC എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ LIC ഹാളിൽ നടന്ന സമ്മേളനം LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K. ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. 51 ലക്ഷം കോടി രൂപയുടെ ആസ്തിയും അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി 40 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപവുമുള്ള LICയുടെ തുടർ ഓഹരി വിൽപ്പന രാജ്യ താൽപര്യത്തിനെതിരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിന്റെ സംരക്ഷണം, മതനിരപേക്ഷതയുടെ സംരക്ഷണം, ഭരണഘടനയുടെ സംരക്ഷണം, അത് ഒന്നാമത്തത്. ആ കാര്യത്തിൽ നമ്മൾ വിജയിച്ചു നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതേസമയം ബദൽ നയങ്ങൾ, ബദൽ സാമ്പത്തിക നയങ്ങൾ വേണമെന്നുള്ള രണ്ടാമത്തെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതിന് അത്ര കണ്ട് മുന്നോട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഭരണ സംവിധാനത്തിൽ മാറ്റം വരാതെ പോയത്, ഭരിക്കുന്ന കക്ഷിയിൽ മാറ്റം വരാതെ പോയത്. അതുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ പാർട്ടി വിജയിച്ചു നിൽക്കുമ്പോഴും രണ്ടാമത്തെ പാർട്ടി നമ്മൾ വിജയിച്ചിട്ടില്ല. ബദൽ നയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിലെന്താ വേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അത് തുടരുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇവിടെ LIC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഇത്രയും കാലം പോരാടിയതുപോലെ ഇനിയും പോരാടിയേ പറ്റൂ. ഭരണപക്ഷത്തിരിക്കുന്നതും പ്രതിപക്ഷം നിന്നുകൊണ്ടുള്ള ഒരു വലിയ സഖ്യത്തിന്റെ മുഖ്യ കക്ഷി എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്ന പാർട്ടി ഒക്കെ തന്നെ ഈ നയങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അവർക്ക് മാറ്റം വന്നിട്ടില്ല. അത് വരുത്തുക പോരാട്ടങ്ങളിലൂടെയാണ്. പെൻഷനേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ കൺവീനർ MK പ്രേംജിത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 100ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. LICയുടെ തുടർ ഓഹരി വിൽപ്പനയ്ക്കുള്ള നീക്കം ഉപേക്ഷിക്കുക, ക്ലാസ് 3, 4 വിഭാഗങ്ങളിൽ ഉടൻ നിയമനം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ പാസാക്കി. സമ്മേളനത്തിൽ VC രാമൻ, PV രാജീവൻ എന്നിവരും പങ്കെടുത്തു. ഭാരവാഹികളായി കൺവീനർ MK പ്രേംജിത്തിനെയും ജോയിന്റ് കൺവീനർമാരായി K. അരവിന്ദൻ, PV രാജീവൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. സ്പോർട്സ് ഫോറം കണ്ണൂരും KV സോക്കർ അക്കാദമി കണ്ണൂരും സംയുക്തമായി അന്തരിച്ച പ്രമുഖ ഫുട്ബോൾ കോച്ച് TK ചാത്തുണ്ണിയെയും മുൻ ദേശീയ ഫുട്ബോൾ താരം OK സത്യനെയും അനുസ്മരിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ഫുട്ബോൾ താരവും ദേശീയതലത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഫുട്ബോൾ കോച്ചുമായിരുന്നു TK ചാത്തുണ്ണി. ഇന്ത്യയിലെ പ്രമുഖ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഏതൊരു കളിക്കാരന്റെയും കളിമികവ് പൂർണ്ണമായും പുറത്തെടുത്ത് കളിക്കളത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കായിക താരങ്ങളെ പ്രാപ്തനാക്കുന്ന മാസ്മരിക കഴിവുള്ള കോച്ചായിരുന്നു ശ്രീ ചാത്തുണ്ണിയെന്നും മേയർ മുസ്ലിം മഠത്തിൽ അനുസ്മരിച്ചു. കണ്ണൂരിന്റെ മൈതാനങ്ങളിൽ നിന്നും ബാലപാഠങ്ങൾ പഠിച്ച് ഗോവയിലെ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച് ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ മറ്റൊരു കളിക്കാരനായിരുന്നു OK സത്യനെന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. അദ്ദേഹം തന്നെ ആർമിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജോലിയിൽ കയറിയപ്പോഴും മനസ്സിൽ ഫുട്ബോൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് അവിടെ ഫുട്ബോൾ പരിശീലനം, ആർമിയിലെ ഫുട്ബോൾ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലബ്ബുകളിൽ ഗാരിസൺ ടീം, അതുപോലെ വാസ്കോ ഗോവ അതിൻ്റെ ക്യാപ്റ്റനായി, ശേഷം മുമ്പേ മാർക്കോ മിൽസ്, അങ്ങനെ ഒരുപാട് മത്സരങ്ങളിൽ ടീമുകളുടെ നായകനൊക്കെയായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. 1969 അദ്ദേഹം ആദ്യമായി ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തത്. അങ്ങനെ ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ അദ്ദേഹം കളിയിൽ മാത്രമല്ല കളി പരിശീലിപ്പിക്കുന്നതിലും ചാമ്പ്യനായിരുന്നു. എന്റെ മരണസമയത്ത് എന്നെ റീത്ത് കൊണ്ടും പൂക്കൾ കൊണ്ടുമല്ല ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടത് ഫുട്ബോൾ കൊണ്ടാവണമെന്ന് പറഞ്ഞ കോച്ച് ചാത്തുണ്ണിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ നിരവധി കായിക താരങ്ങളും സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികളും ഫുട്ബോൾ സമർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു. CK ചാത്തുണ്ണിയുടെയും OK സത്യന്റെയും അനുസ്മരണ സമ്മേളനത്തിൽ ദേശീയ ഫുട്ബോൾ താരം N. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ KV ധനേഷ്, സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PV പവിത്രൻ മാസ്റ്റർ, കണ്ണൂർ കോർപ്പറേഷൻ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, അന്താരാഷ്ട്ര റഫറി TV അരുണാചലം, ഫെൻസിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് OK വിനീഷ്, റഗ്ബി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM പ്രദീപ്നാഥ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C. സമദ്, കോച്ച് ചാത്തുണ്ണിയുടെയും OK സത്യന്റെയും കൂടെ നിരവധി വർഷം കളിച്ച ദേശീയ താരങ്ങളായ CM ശിവരാജൻ, M. നന്ദകുമാർ, കോച്ച് ചാത്തുണ്ണിയുടെ ശിഷ്യരായ അന്താരാഷ്ട്ര ഫുട്ബോൾ താരങ്ങളായ KV ശിവകുമാർ, MP അശോകൻ, NP പ്രദീപ്, സ്പോർട്സ് ജേർണലിസ്റ്റ് V. ദേവദാസ്, സന്തോഷ് ട്രോഫി വിൻ ചെയ്ത ടീം ക്യാപ്റ്റൻ CK ഹരിദാസ്, ദേശീയ താരങ്ങളായ അജിത് പാറക്കണ്ടി, നവീൻ P. അനിൽകുമാർ, M. മോഹനൻ, M. രവീന്ദ്രൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സിറ്റി ന്യൂസ് കണ്ണൂർ. മുണ്ടേരിമൊട്ട കുടുക്കിമൊട്ട റോഡിലെ ഗർത്തങ്ങൾ അപകടക്കെണിയാവുന്നു. ഈ റോഡിൽ പടന്നോട്ടുമൊട്ട, കൊട്ടാണിച്ചേരി, മായൻമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടാൻ കുഴിച്ച കുഴികൾ
ശാസ്ത്രീയമായി മൂടാതെ താൽക്കാലികമായി മണ്ണിട്ട് നികത്തിയത് കാരണമാണ് ദുരിതം വർദ്ധിച്ചത്. മഴക്കാലം വന്നതോടെ മണ്ണൊലിച്ചുപോയതാണ് അഗാധ ഗർത്തം രൂപപ്പെടാൻ കാരണമായത്. പൊതുവെ തിരക്ക് കൂടിയ ഈ റോഡ് കണ്ണൂർ എയർപോർട്ടിലേക്ക് തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എളുപ്പവഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഒരു അപകടം പതിയിരിക്കുന്നതായി വാഹനയാത്രക്കാർ പറഞ്ഞു. പടന്നോട്ട് മേഖല പൊതുവെ അപകട മേഖലയാണെന്നും ഒരു അപകട മരണം നടന്ന സ്ഥലമാണെന്നും റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ഏറെ വിഷമം നേരിടുന്നതായും നാട്ടുകാർ ആരോപിച്ചു. പടന്നോട്ട് ടൗണിലെ തെരുവ് വിളക്കുകൾ കത്താത്തതും അപകടത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അപകടം സൂചിപ്പിക്കുന്നതിനായി കൊട്ടാണിച്ചേരിയിലും പടന്നോട്ടും റോഡരികിൽ നാട്ടുകാർ റിബൺ കെട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വലിയൊരു അപകടം ഏത് സമയത്തും സംഭവിക്കാവുന്ന സ്ഥലം കൂടിയായി മാറിയിരിക്കുന്നു. കുടിക്കോട്ട റോഡിൽ പടന്നോട്ട് കോട്ടയിൽ ശുദ്ധജല വിതരണത്തിൻ്റെ പൈപ്പ് കീറിയതെടുക്കാം. രണ്ട് ഭാഗത്തും വലിയ അഗാധമായ ഗർത്തങ്ങളാണ്. റോഡ് നിറയെ വഴി പോകാൻ കഴിയാണ്ട് റോഡരികിൽ പല തടസ്സങ്ങളുണ്ട്. കുണ്ടേരി പഞ്ചായത്തിൽ ഇതിനകം പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പടന്നോട്ട് കോട്ടയിൽ അപകടങ്ങൾ വന്നിട്ട് മുൻ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഒരു മകൻ മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും പരാതി പരിഗണിച്ചിട്ടില്ല. കുറവൂർ അംഗനവാടിയിലെ ടീച്ചർ മുഖാന്തരമാണ് കൊടുത്തത് പരാതി. എന്നിട്ട് പോലെ ഇവിടെ 13.4 മീറ്റർ വീതിയുണ്ടെന്ന് FMB പറയുന്നുണ്ട്. അത് ഇവിടെ നടപ്പാക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ റോഡിൻ്റെ കുട്ടികൾ നടന്നു പോകുന്ന സ്ഥലമാണ്. ഈ വഴിയിലൂടെ നടന്നു പോകാനുള്ള അവസ്ഥയില്ല ഇവിടെ. അപ്പോൾ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണം. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണം 6650 രൂപയും പവന് 53,200 രൂപയുമായി. വെള്ളി 95 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 17-ാം തീയതി ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും 18-ന് കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കാൻ ഒരുങ്ങിയ അധ്യാപകർ. മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച പ്രഹസനമായിരുന്നുവെന്നും KPST. ഓടുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറി കാൽവഴുതി ട്രാക്കിലേക്ക് വീണ യാത്രക്കാരന് കരുതലിന്റെ കൈത്താങ്ങ് നൽകി പോലീസ് ഓഫീസർ. CPO ലേഖേഷ് സാഹസികമായി രക്ഷിച്ചത് അഹമ്മദാബാദ് സ്വദേശി ഗുരുപ്പർ സോത്തമിനെ. പുതുക്കുടി ഹലുവ പീടിക റോഡ് നവീകരണം ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. 20 വർഷത്തിലേറെയായി ഗതാഗത യോഗ്യമല്ലാതായ റോഡിൽ ദുരിതമനുഭവിക്കുന്നത് 100ഓളം കുടുംബങ്ങൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.